നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമര പോലീസിനോട് കൊലപാതക രീതി വിശദീകരിച്ചത് യാതൊരു കുറ്റബോധവുമില്ലാതെ താൻ ആസൂത്രണം ചെയ്ത പദ്ധതി നടപ്പിലാക്കിയതിന്റെ സന്തോഷമാണ് ഇയാൾ പ്രകടിപ്പിക്കുന്നതെന്ന് പോലീസ്. വർഷങ്ങളായി ഒരു കുടുംബത്തോട് സൃഷ്ടിച്ചിരുന്ന അടങ്ങാത്ത പക 5 വർഷം മുമ്പ് ആദ്യ കൊലപാതകം, 5 വർഷത്തിനിപ്പുറം ഇരട്ട കൊലപാതകം. ഒരു കുടുംബത്തിലെ 3 പേരുടെ ജീവനെടുത്തതിന്റെ യാതൊരു കുറ്റബോധവുമില്ലാതെയാണ് പ്രതി ചെന്താമര പോലീസിനോട് കൊലപാതക രീതി വിശദീകരിച്ചത്. പോലീസ് പിടിയിലായ പ്രതിയെ നെന്മാറ സ്റ്റേഷനിലെത്തിച്ചതും ഇയാൾ ആവശ്യപ്പെട്ടത് ഭക്ഷണമാണ്. ചോറും ഇറച്ചിക്കറിയും വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് ലഭിക്കില്ലെന്ന് പോലീസ് പറഞ്ഞു. മൊഴിയെടുത്ത ശേഷം ഭക്ഷണം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ പോലീസിനോട് ഭക്ഷണം കഴിച്ച ശേഷം മൊഴിയെടുത്താൽ പോരെ എന്നായിരുന്നു പ്രതിയുടെ ചോദ്യം. പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചാൽ ഭക്ഷണം വാങ്ങി നൽകാമെന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ യാതൊരു അവശതയോ കുറ്റബോധമോ ഇല്ലാതെ നിർവികാരനായി പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു ചെന്താമര. പ്രാഥമികമായി മൊഴിയെടുത്ത് പൂർത്തിയായ ശേഷം ഇഡ്ഡലിയും ഓംലേറ്റും വാങ്ങി നൽകി. അത് ആർത്തിയോടെ കഴിച്ചു. പിന്നീട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റിയ ശേഷം നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലും ഇയാൾ കൂടുതലായി പറഞ്ഞത് തനിക്ക് ഓരോ നേരവും ഏതു തരത്തിലുള്ള ഭക്ഷണം വേണമെന്ന കാര്യമായിരുന്നു. 2 പേരെ കൊന്ന ശേഷം 1.5 ദിവസം ഒളിവിലിരുന്ന ചെന്താമര വിശന്നു വലഞ്ഞ് ഭക്ഷണം തേടി വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് പിടിയിലായത്. വിശപ്പ് സഹിക്കാൻ വയ്യാതെ അയാൾ വീട്ടിലേക്ക് തിരിച്ചുവരുമെന്ന സഹോദരൻ രാധാകൃഷ്ണൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിക്കായി പോലീസ് വലവിരിച്ചത്. ചെന്താമരയുടെ വീട്ടിൽ നിന്ന് 200 മീറ്റർ മാറിയുള്ള രാധാകൃഷ്ണന്റെ വീട്ടിൽ മുഴുവൻ സമയവും പോലീസ് കാവലും നിന്നു. 2019-ൽ സജിതയെ കൊലപ്പെടുത്തിയ ശേഷം ചെന്താമര ആദ്യം വന്നത് രാധാകൃഷ്ണന്റെ വീട്ടിലേക്കായിരുന്നു. ഭക്ഷണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു വന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. എന്നാൽ ഇത്തവണ സഹോദരന്റെ വീട്ടിലേക്ക് പോകാതെ സ്വന്തം വീടായിരുന്നു ഇയാൾ ലക്ഷ്യമിട്ടത്. പോകുന്ന വഴിയിൽ കൃത്യമായി പോലീസ് വിരിച്ച വലയിൽ വീഴുകയും ചെയ്തു. ആയുധങ്ങളൊന്നും കയ്യിലില്ലായിരുന്നു. ഒരു ചരട് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പോലീസ് പറഞ്ഞു. അതേസമയം പ്രതി ചെന്താമര 5 പേരെ കൊല്ലാൻ ലക്ഷ്യമിട്ടിരുന്നതായി പോലീസ് പറയുന്നു. സ്വന്തം ഭാര്യയെയും മറ്റൊരു സ്ത്രീയെയും ഒരു പോലീസുകാരനെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായി ചെന്താമര ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായാണ് വിവരം. UTV ന്യൂസ്, പാലക്കാട്.